ദിലീപിന്റെ കഥാപാത്രത്തെ തിരിച്ചിട്ടു. ആ വീട് ലാലിന്റേത്. കല്യാണരാമന് പിന്നിലെ കഥ. ആദ്യ സിനിമയായ വൺമാൻ ഷോയുടെ ഷൂട്ടിംഗ് തുടങ്ങും മുൻപേ 2 സിനിമകൾ ചെയ്യാൻ ഷാഫിക്ക് അഡ്വാൻസ് കിട്ടി. അതിന്റെ ആത്മവിശ്വാസം വലുതായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര സ്വീകരണം വൺമാൻ ഷോയ്ക്ക് കിട്ടിയില്ല. കോമഡി പടത്തിന്റെ പതിവ് ട്രാക്ക് ആയിരുന്നില്ല അതിന്റേത്. അതിനാൽ അടുത്ത പടം ചെയ്തപ്പോൾ കൂടുതൽ കരുതലെടുത്തു. 1 മാസത്തോളം ഒരു തിരക്കഥാകൃത്തുമായി ചർച്ച നടത്തിയെങ്കിലും കഥയുണ്ടായില്ല. അപ്പോഴാണ് സിദ്ദീഖും റാഫിയും ബെന്നി പി നായരമ്പലത്തിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹവുമൊത്തായി ചർച്ച. ആദ്യമേ ഒരു കാര്യം തീരുമാനിച്ചു. ഈ സിനിമയിൽ പ്രേമവും കല്യാണവും മാത്രം മതി. കാരണം അതിനൊരു ഗ്യാരണ്ടിയുണ്ട്. ഷാഫി അങ്ങനെയുണ്ടാക്കിയ ഗ്യാരണ്ടി പടമാണ് കല്യാണരാമൻ. ആദ്യ കഥയിൽ പാചകക്കാരന്റെ മകളായിരുന്നു നായിക. ഇവർ പാചകത്തിന് പോകുന്നിടത്ത് മൊട്ടിടുന്ന പ്രണയമായിരുന്നു പ്രമേയം. പക്ഷേ ദിലീപ് ചിത്രമായതിനാൽ നായകനെ പാചകക്കാരനാക്കിയാൽ വലിയ സാധ്യതയുണ്ടെന്നവർ കണ്ടു. അതിനാൽ കഥാപാത്രങ്ങളെ തിരിച്ചിട്ടു. ട്വിസ്റ്റും ക്ലൈമാക്സും. കല്യാണരാമനിൽ ക്ലൈമാക്സിന് തൊട്ടു മുൻപാണ് ട്വിസ്റ്റ്. അതുവരെ പ്രേമവുമായി കഥ ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഒഴുകിയാൽ കാണികൾക്ക് കലിയിളകും, പടം വീഴും. പക്ഷേ തമാശകളും പാട്ടും പടത്തെ പിടിച്ചു നിർത്തി മടുപ്പിക്കാതെ. വില്ലൻ. പ്രണയ സിനിമകളുടെ ഫോർമുല ലളിതമാണ്. പ്രണയമുണ്ടാകുന്നു, തടസ്സമായി വില്ലൻ വരുന്നു. വില്ലനെ തരണം ചെയ്താൽ ശുഭപര്യവസായി, മറിച്ചായാൽ ദുഃഖപര്യവസായി. പക്ഷേ കല്യാണരാമനിൽ വില്ലൻ ഇല്ലായിരുന്നു. തലപുകഞ്ഞ് ചർച്ച ചെയ്തു. ഒടുവിലാണ് പെണ്ണുങ്ങൾ വാഴില്ല എന്ന അന്ധവിശ്വാസത്തെ വില്ലനാക്കിയത്. ബെന്നി പി നായരമ്പലത്തിന്റെ ഒരു നാടകത്തിലെ ആശയമായിരുന്നു ഇത്. അത് ഏൽക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഏറ്റു. ഷൂട്ടിംഗ്. ലാലിന്റെ പടമുകളിലെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 50 ദിവസവും അവിടെ തന്നെയായിരുന്നു പ്രധാന ലൊക്കേഷൻ. പാട്ടും കല്യാണവും ചേർത്ത് പടം കളർഫുൾ ആക്കി. 6 പാട്ടുണ്ടായിരുന്നു. ഷാഫിയുടെ ഏറ്റവും കൂടുതൽ പാട്ടുകളുള്ള സിനിമ. ബേണി ഇഗ്നേഷ്യസ് ആയിരുന്നു സംഗീത സംവിധായകൻ. സാധാരണ സിനിമയിൽ ഒരു കല്യാണപ്പാട്ടുണ്ടാകും. പക്ഷേ കല്യാണരാമനിൽ 4 കല്യാണപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. ഒരൊറ്റ പന്തലിലാണ് 4ഉം എടുത്തത്. ട്രാക്ക് പാടാൻ വന്ന അഫ്സലിന് 2 പാട്ടുകൾ കിട്ടി. ഈ പാട്ടുകൾ കേട്ട് കമൽ അദ്ദേഹത്തിന്റെ നമ്മളിൽ അഫ്സലിന് പാട്ട് കൊടുത്തു. പക്ഷേ ആദ്യം ഇറങ്ങിയത് നമ്മളായിരുന്നു. തലേം കുത്തിപ്പാട്ട്. ലാലിന്റെ കുടുംബത്തിൽ ആഘോഷ അവസരങ്ങളിൽ പാടുന്ന പാട്ടായിരുന്നു തലേം കുത്തിപ്പാട്ട്. അത് കേട്ടതോടെ അതിനെയും സിനിമയിലെടുത്തു. കഥയിലെ രാജകുമാരനും എന്ന പാട്ടിന്റെ ഈണം മറ്റൊരു പടത്തിനായി ബേണി ഇഗ്നേഷ്യസ് കരുതി വെച്ചതായിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് ഇത് മൂളിയത് കേട്ടപ്പോൾ ഇതാണ് കല്യാണരാമന്റെ തീം സോങ് ആകേണ്ടതെന്ന് ഷാഫി പ്രഖ്യാപിച്ചു. പിന്നീട് അതിന് വരികൾ കൈതപ്രം എഴുതി ഹിറ്റാക്കി. കമൽഹാസൻ അഭിനയിച്ച കല്യാണരാമൻ എന്ന തമിഴ് സിനിമയുമായി പ്രേക്ഷകർക്ക് ടൈറ്റിൽ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ആദ്യം സംശയിച്ചു. പിന്നെ ഇതിനേക്കാൾ നല്ല മറ്റൊന്നും കിട്ടാത്തതിനാൽ ഒരു ക്ലാഷും ഉണ്ടാകില്ലെന്നങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചു പറഞ്ഞു കല്യാണരാമൻ.